ആളൊഴിഞ്ഞ കാർണവർ ഒഴിഞ്ഞ വേലിക്കകത്തെ വീട്. ഈ വേലിക്കകത്തെ വീട് കഴിഞ്ഞ ദിവസം വരെയും ആളുകളുടെയും സഖാക്കന്മാരുടെയും ജനങ്ങളുടെയും ജനപ്രവാഹമായിരുന്നു. ഇപ്പോൾ വേലിക്കകത്തെ വീട്ടിലെ VSനെ യാത്രയയക്കാൻ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചും തൊണ്ട പൊട്ടിയലറിയും ഒക്കെ തന്നെ VS ആരായിരുന്നു എന്ന മലയാളികൾക്ക് എപ്പോഴും എപ്പോഴും പറഞ്ഞു തരാൻ മലയാളികൾ കഴിഞ്ഞ ദിവസത്തെ ആ ദിവസവും മറന്നില്ല. ഈ വേലിക്കകത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ചേതനയേറ്റ മൃതശരീരം അദ്ദേഹവുമായി എത്തിയിരുന്നു. കഴിഞ്ഞ 6 വർഷമായി അദ്ദേഹം ഇതിനകത്ത് തന്നെ വേലിക്കകത്തെ വീട്ടിൽ മൗനമായി കഴിയുകയായിരുന്നു. പുറത്തെ മുറ്റത്ത് വന്നിരുന്ന് അദ്ദേഹം എപ്പോഴും വാർത്ത വായിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ മുറിക്കകത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. വേലിക്കകത്തെ വീടും ഈ ബാട്ടൺ ഹില്ലും ഒക്കെ തന്നെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാനായ സഖാവ് എന്ന് പറയുമ്പോൾ പാർട്ടിയെ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും CPM എന്ന പാർട്ടിയെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ആ സംഘടനയിൽ ഇല്ലാത്തവർക്കും ഒക്കെ തന്നെ സഖാവെന്ന് അക്ഷരം തെറ്റാതെ എല്ലാവരും വിളിച്ചിരുന്ന VSന്റെ ഈ വീട് മറക്കാൻ സാധിക്കുകയില്ല. വേലിക്കകത്തെ വീട്ടിലേക്ക് വരാമെന്ന് അദ്ദേഹം കരുതിയിരുന്നത് തന്റെ 2 മക്കളുടെയും അരികിലായി തന്നെ തനിക്ക് താമസിക്കണം എന്നുള്ള വാശിയായിരുന്നു വേലിക്കകത്തെ ഈ വീട് വെക്കാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. പിന്നീടുള്ള ഔദ്യോഗിക ജീവിതവും അനൌദ്യോഗിക ജീവിതവും ഒക്കെ തന്നെ ഈ വേലിക്കകത്തെ വീട്ടിലായിരുന്നു. ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ അച്യുതാനന്ദൻ VS എന്ന നമ്മുടെ 2 അക്ഷരത്തെ യഥാർത്ഥ സഖാവിനെ, യഥാർത്ഥ നേതാവിനെ, മനുഷ്യരുടെ ജനങ്ങളുടെ നേതാവിനെ, മലയാളികളുടെ നേതാവിനെ ഉടൻ തന്നെ എത്തിക്കും. എന്തായാലും ആ സമയത്ത് ഒരു പക്ഷേ ഈ വേലിക്കകത്തെ വീട് അദ്ദേഹത്തെ ഓർത്ത് കരയുന്നുണ്ടാകാം. എന്തായാലും ഇപ്പോൾ ഇവിടെ ആരും തന്നെ അവശേഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സഖാക്കന്മാരുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും നിറസാന്നിധ്യം കൊണ്ട് തിങ്ങി നിറയുകയായിരുന്നു. 11 മണിയും 12 മണിയൊക്കെ ആയപ്പോഴും അദ്ദേഹത്തെ കാണാനായി, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് ആളുകൾ ഇവിടെ ഒന്ന് കണ്ണോടിച്ച് പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ എന്നോർത്ത് പോവുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ആലപ്പുഴയിലേക്ക് പോയിരിക്കുകയാണ്. ഉടനെ തന്നെ അവിടെയുള്ള കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി തന്നെ ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിൽ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും നേതാക്കന്മാരുടെ എല്ലാവരുടെയും സമയക്രമങ്ങൾ അതുപോലെ തന്നെ എല്ലാ ടൈം ടേബിളും ഒക്കെ തെറ്റിച്ച് VSനെ ഞങ്ങൾ അങ്ങനെ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനസാഗരമാണ് റോഡിലെ ഇരുവശങ്ങളിലായി കാത്തു നിന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല. അല്ലെങ്കിലും എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചിരുന്ന, ജനങ്ങളെ സ്നേഹിച്ചിരുന്ന VSനെ പോലെയുള്ള ശക്തനായ നേതാവിന് എങ്ങനെയാണ് കൃത്യസമയം പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കുക? അദ്ദേഹത്തിന് എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഒരു ടൈം ടേബിൾ പ്രകാരം എങ്ങനെയാണ് ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുക എന്ന ചോദ്യമാണ്. എന്തായാലും VS കണ്ണേ കരളെ VS എന്ന് നമ്മൾ VSന് വേണ്ടി മാത്രം പാടുമ്പോൾ, VSന് വേണ്ടി മാത്രം തൊണ്ട പൊട്ടി വിളിക്കുമ്പോൾ VS ആയത് എങ്ങനെയെന്ന വീണ്ടും നമ്മൾ മലയാളികൾ ലോകത്തുള്ള ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. മലയാളികൾ ഇന്നുവരെ നൽകിയിടാത്ത, അല്ലെങ്കിൽ കേരളം ഇന്നുവരെ കണ്ടിട്ടാത്ത രീതിയിലുള്ള ആവേശവും അതുപോലെ തന്നെ ആ വൈകാരിക നിമിഷവും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കൊല്ലത്തേക്കൊക്കെ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നു. പക്ഷേ സ്കൂളുകളിൽ പോകാതെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും മടങ്ങി വന്ന കുട്ടികൾ, അല്ലെങ്കിൽ നാളെ സ്കൂളുണ്ട് അല്ലെങ്കിൽ ജോലി ഉണ്ടെന്ന് പോലും ഓർക്കാതെ മഴയത്ത് VSനെ കാണാൻ, ഒരു നോക്ക് കാണാൻ, പാർട്ടിക്കാരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഒരു പക്ഷെ പാർട്ടിക്കാരെന്തായാലും വരും. പക്ഷെ പാർട്ടിക്കാർക്ക് അപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും VSനെ കാണാനായി അവസാനമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ഈ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. പലർക്കും ഈ വീടിനകത്ത് കയറാൻ പറ്റിയില്ല എന്നൊരു പരിഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ തന്നെ നമുക്കറിയാം, ഭാര്യയും മകനും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അല്പസമയം അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. വേലിക്കകത്തെ വീടെന്ന് പറയുന്ന അദ്ദേഹത്തെ ഇപ്പോൾ ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കും.